ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കളക്ടർ അവധി തന്ന ദിവസം ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ. ആ വീഡിയോ ആണ് കേട്ടോ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് വാഴക്കൂമ്പ് ഉപ്പേരിയാണ് കേട്ടോ. വാഴക്കൂമ്പ് തന്നെ പറയുക, ആ ഉപ്പേരിയാണ് കേട്ടോ. ഉപ്പേരി ഇത് ചോറല്ല, അത് നെയ്ച്ചോറ്. പിന്നെ ഞങ്ങൾ എന്താ വാഴക്കൂമ്പ് ഉപ്പേരിയും അതേപോലെ ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോഴാണ് കേട്ടോ ബാവ എന്ന് പറയണത് നമുക്ക് പോവല്ലേന്ന്. ബാവ പറയുമ്പോൾ അപ്പം തന്നെ പോവാഞ്ഞാൽ പിന്നെ പോവലുണ്ടാവില്ല അരച്ചിട്ട് ഞങ്ങൾ വേഗം ഒരുങ്ങിയിട്ടോ ഡ്രസ്സൊക്കെ മാറി വന്നു. ഫുഡൊക്കെ അവിടെ തന്നെ എടുത്ത് വെച്ചു. പിന്നെ ഞങ്ങളെ കൂടെ പൊന്നുമോളും പോരുണ്ട്. പക്ഷേ പൊന്നുമോൾക്ക് മഞ്ചേരി വർക്കുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളെ കൂടെ ഫാമിലി വിസിറ്റ് ചെയ്യാനൊന്നും പോരുന്നില്ല കേട്ടോ. അവളെ ഞങ്ങൾ മഞ്ചേരി ഇറക്കി വിട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ പോകുന്നത്. പോകുന്ന വഴികളിലെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്, എന്നാൽ സങ്കടമുണ്ട്, ഒരു പേടിയുണ്ട് കേട്ടോ. കാരണം തോടും പാടും പുഴയൊക്കെ ഒന്നായ പോലെയാണ് കേട്ടോ. ആ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇതൊന്നും കാണൂല കേട്ടോ. വെള്ളം കയറിയതൊക്കെ ഈ ഒരു കാഴ്ച കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കേട്ടോ. പാടും തോടും പുഴയൊക്കെ ഒന്നായതിൻ്റെ പിന്നെ കൃഷികളൊക്കെ നശിച്ചിട്ടുണ്ട് കേട്ടോ. വാഴക്കൃഷി ആയാലും ഇവിടെ പൂളക്കൃഷിയൊക്കെയാണ് ഉള്ളത് കേട്ടോ. അതൊക്കെ നശിച്ചിടും. പൂളൊക്കെ പിന്നെ ഒഴുകി ഇങ്ങനെ പോകുന്നുണ്ട് പൂളൊക്കെ കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ അതൊക്കെ എടുത്ത് കരക്കത്തേക്ക് ഇടുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അല്ലാഹു അക്ബർ. ഇവിടെയാണത് വേറെ എവിടെയല്ലേ ഇവിടെ. ഞങ്ങളിപ്പോൾ ഈ ബേക്കറി കയറാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ആളാമൻ്റെ മോള് തെസ്നിക്ക് LPSTയിൽ 62ാമത്തെ റാങ്കാണ് കേട്ടോ PSCയിൽ. അപ്പോൾ അതിനെന്തെങ്കിലും എൻ്റെ വകമായിട്ടൊരു മധുരം കൊടുക്കുക എന്നുള്ള നിലയിൽ ഡയറി മിൽക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ അറിയാതെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ കാണുന്നത്. അരവിന്ദാമോട് ചെന്നപ്പോൾ അവിടുത്തെ ഭക്ഷണം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മീൻകറി ഉണ്ടായിരുന്നു, പയറുപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക അച്ചാറുണ്ടായിരുന്നു, മീൻ പൊരിച്ചതുണ്ടായിരുന്നു, പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പറയാതെയാണ് ചെന്നതെന്നുണ്ടെങ്കിലും അവിടെ ഫുഡ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സോനും ഇല്ല പൊന്നും ഇല്ല, ഞാനും ഭാവിയും കുഷിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ആര്യക്കുഞ്ഞാമാൻ്റെ താറാവ് കൃഷിയും കോഴിക്കൃഷിയാണ് കേട്ടത്. ഒരുപാട് താറാവും കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം വീട്ടിൻ്റെ മുറ്റത്തേക്കോ അങ്ങനെ ഒന്നും വരില്ല കേട്ടോ. അത് ആ ഒരു സ്ഥലത്ത് മാത്രമേ അവരുണ്ടാവുള്ളൂ. ഇതുപോലെ വീടിൻ്റെ താഴത്തുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ താറാവുകളൊന്നും വീട്ടിൻ്റെ മുറ്റത്തേക്കോ പരിസര പ്രദേശത്തേക്കോ ഒന്നും വരില്ല കേട്ടോ. ഇവിടെ ആ ഒരു സേഫാണ്. അവിടെ രാത്രി ആയാൽ കൂട്ടിക്ക് കയറും. പിന്നെ രാവിലെ തുറന്നിട്ടാൽ ആ ഒരു സ്ഥലത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ഥലം ഉണ്ട് കേട്ടോ. അവിടെ നല്ലോണം അവർ താറാവുമായിട്ടും കോഴിയായിട്ടൊക്കെ കൃഷി ചെയ്യണോണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചെരുപ്പൊക്കെ പൊട്ടി ഭാവം നന്നാക്കി തരാൻ നോക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ ചെന്നാൽ പിന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കാതെ പോരൂലല്ലോ. തെസ്നിനെയും റിരുവിനെയും കാണാത്തതിൻ്റെ സങ്കടം, അവരുടെ ഒരു കുറവ് നല്ലോണം ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. പിന്നെ ഞങ്ങൾ പോകണത് ഇപ്പം എന്ന് വെച്ചാൽ എൻ്റെ വല്യമ്മേൻ്റെ അനിയത്തിൻ്റെ മോളുണ്ട് ഇവിടെ, അവൻ്റെ മോള് വലിയ എന്താ പറയുക ചെറിയൊരു ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ, റെസ്റ്റിലാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് പോയി കാണാനെല്ലാം ചോദിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. തോട് കണ്ടിട്ട് കൺട്രോൾ ചെയ്ത് നിൽക്കണം കേട്ടോ. കാരണം
ഇത് കണ്ടിട്ട് എടുത്ത് ചാടി നീന്തി കുളിച്ച് വരാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു വരവല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചാടി കുളിച്ച് ചെയ്തിട്ട് അവരൊക്കെ ചാടുന്നതാണ് ഈ തോട്ടിൽ. നല്ല നല്ല വെള്ളം കേട്ടോ, കലങ്ങിയ വെള്ളമൊന്നുമല്ല. അപ്പം അത് ബാവൻ്റെ കൂടെയാണ്. പിന്നെ പോരാത്ത നമുക്ക് വേറെ സ്ഥലം കൂടെ പോകാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ ചാടാനൊന്നും പറ്റണില്ല. അവിടെയൊക്കെ തോട്ടിലൊക്കെ രസം ഉണ്ടാവില്ലേ. മേലെന്ന് റോഡ് അടിയിൽ അടിയതായ ഞാൻ വിചാരിച്ച ഇവിടെ നിർത്തിയതാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നിട്ട് ചെറുതാക്കാൻ്റെ വീട്ടിലെത്തിട്ടോ. ചെറുതാക്കാന്ന് പറഞ്ഞാൽ എൻ്റെ നടുവത്തെ അമ്മോനാണ് കേട്ടോ. പിന്നെ ചെറുതാക്കാൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുളത്തിലേക്ക് പോയിട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഞങ്ങൾ പോയി അവിടെ കുളിച്ച വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഗമമുണ്ടല്ലോ, ഇത് കുളത്തിൽ നിന്ന് വരുന്ന വെള്ളവും അതേപോലെ ഇത് എവിടെ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് കേട്ടോ. സോണല്ലോ നീന്തോ അവിടെ ഇട്ട് ഇങ്ങനെ വിടൂലേ നീന്താ അറിയില്ലെങ്കിൽ. വേണ്ട പോവാ പായലൊക്കെ പോയി. തന്നെ മോനൂസ് ഞങ്ങളെ കൂടെ പോന്നിക്കാണ്ട് പെട്ടെന്ന് ചാടലും ഞങ്ങൾ പോന്നപ്പോൾ തിരിച്ചു പോരലും കഴിഞ്ഞിട്ടോ. പിന്നെ ചെറുതാക്കാൻ്റെ അവിടെ നിന്ന് നമുക്ക് ചായ ഒക്കെ കിട്ടിയിരുന്നു. ചായക്ക് കുഴിയപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കുഴിയപ്പായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. സോന പോരാണ് എന്ത് രസകരത. കാണാൻ നിൽക്ക. പിന്നെ ഞങ്ങൾ നേരെ പോയത് പെണ്ണുമ്മാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. എൻ്റെ ഇളാവ പെണ്ണുമ്മാൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഈ കുളത്തിലും കണ്ട ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ കുളിക്കാൻ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരം വൈകിയോണ്ട് തന്നെ ഞങ്ങൾ വേഗം തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് ചക്ക കൊടുത്തിരുന്നു കേട്ടോ. ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചക്ക കൊണ്ടേ കൊടുത്തിരുന്നു കേട്ടോ. നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ഭംഗി നമ്മൾ വീഡിയോയിലൂടെ കിട്ടണില്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ എന്ത് രസമാണെന്നറിയാം. കാരണം വെള്ളം നിറഞ്ഞു നിൽക്കുക, കുളത്തിലൊക്കെ ഇഷ്ടംപോലെ കുട്ടികളെ ചാടി ഇങ്ങനെ കുളിക്കുക, അതൊക്കെ കാണുമ്പോൾ എന്ത് രസമാണെന്നറിയാം. ഈ പോക്ക് എനിക്ക് ഭയങ്കര മനസ്സിന് സന്തോഷമായിട്ടോ. കാരണം ഓരോ കാഴ്ചകളും ഇങ്ങനെ കണ്ടിങ്ങനെ പോരുമ്പോഴേ ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങൾ പോരുന്ന സമയത്ത് നല്ലൊരു മഴ പെയ്തിട്ടോ. അത്യാവശ്യം നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പോൾ ആ മഴക്കുണ്ടായ വെള്ളമാണ് കേട്ടോ ഈ പോണത് മുഴുവൻ. എന്താ പറയുക, കുത്തിയൊലിച്ച് പോണ വഴിയാണ് കേട്ടോ പോണത്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ പെണ്ണുമാനെ വീട്ടിൽ നിന്ന് നമുക്ക് ഒരു നെല്ലിക്കനെ പോലത്തെ അരിനെല്ലിക്കനെ പോലത്തെ ഒരു കായ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അത് പറിച്ച് തിന്നാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ പറിച്ചെടുത്തിരുന്നു. അപ്പോൾ അത് തിന്നുമ്പോഴുള്ളവൻ്റെ മുഖത്തെ എക്സ്പ്രഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.